ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ ചെക്ക് ചെയ്യണം, എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഉള്ളവർക്കാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കിട്ടിയിരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ, ഓപ്ഷൻസ് എങ്ങനെ അറേഞ്ച് ചെയ്താൽ അടുത്ത ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടാകും, ഓപ്ഷൻസ് ആഡ് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും റിമൂവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡീറ്റെയിൽ കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ അന്ന് ചെയ്തപ്പോൾ വൺ ടൈം രജിസ്റ്റർ നമ്പർ, അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ, ഏതെങ്കിലും ഒന്ന് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് കാണാൻ സാധിക്കും. ആ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, ഏത് കോളേജിലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ലഭിക്കാത്തവർക്ക് അവിടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഉണ്ടാവുകയില്ല. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് ട്രൈഡ് റാങ്ക് ഡീറ്റെയിൽ ആണ്. അപ്പോൾ ആ റാങ്ക് ഡീറ്റെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രൈഡ് റാങ്ക് ഡീറ്റെയിൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽ എൻ്റർ ചെയ്യുക, ഓക്കെ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിലും അവിടെ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പിലും ആ റാങ്ക് ഡീറ്റെയിൽ ഉണ്ടാവും, ഇവിടെ ആ റാങ്ക് ഡീറ്റെയിൽ കാണാൻ സാധിക്കും. അതിൽ സ്ട്രീം 1 എന്നുള്ളതാണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ ആണ്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ എത്ര ഇൻഡെക്സ്, എത്ര റാങ്ക് വരെയുള്ള അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആ ലാസ്റ്റ് ഇൻഡെക്സ് ട്രയൽ സെലക്ട് ചെയ്യുക. ഏത് ജില്ലയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എല്ലാ പോളിടെക്നിക് കോളേജുകളും സെലക്ട് ചെയ്യുകയാണ്. കാരണം എല്ലാ പോളിടെക്നിക്കിലും എത്ര ഇൻഡെക്സ് വരെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ബ്രാഞ്ച്, ഇപ്പോൾ എനിക്ക് താല്പര്യമുള്ള ബ്രാഞ്ച് ഇലക്ട്രോണിക്സ് ആണ്, പക്ഷേ എല്ലാ ബ്രാഞ്ചും സെലക്ട് ചെയ്യുവാണ്. എൻ്റെ കോട്ട ജനറൽ ആണെങ്കിൽ ജനറൽ, അല്ല മറ്റേത് റിസർവേഷൻ അത് സെലക്ട് ചെയ്തു, ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ എനിക്കിവിടെ ഗവൺമെൻറ് കോളേജുകളുടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരം ജില്ലയിലെ ഈ കോളേജുകളിൽ എത്ര റാങ്ക് വരെയുള്ളവർക്കാണ് ഓരോ കോളേജുകളിലും ലഭിച്ചിരിക്കുന്നത്, എത്ര ഇൻഡെക്സ് സ്കോർ വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോളേജ് എടുക്കുക, ആ ഒരു കോളേജിലെ എത്ര റാങ്ക് വരെയുള്ളവർക്ക് ലഭിച്ചു, എത്ര ഇൻഡെക്സ് മാർക്ക്, ഇപ്പോൾ എക്സാമ്പിൾ 9 ഇൻഡെക്സ് സ്കോർ ഉള്ളവർക്ക് ആ ഒരു കോളേജിൽ ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ 8 ഉള്ളെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ, ഇപ്പോൾ നിങ്ങൾക്ക് 8 ഇൻഡെക്സ് സ്കോർ എങ്കിൽ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറിനും അടുത്ത് വരുന്ന കോളേജുകളും ആ ഒരു ബ്രാഞ്ചും സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇത് സാധ്യത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ലഭിച്ചിരിക്കുന്ന പല കുട്ടികളും ഇപ്പോൾ ഓപ്ഷൻസ് ഒക്കെ മാറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്കൊക്കെ ഉണ്ട്, അത് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ആപ്ലിക്കേഷനിലെ തെറ്റുകളൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് കൺഫർമേഷൻ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഏതാണെന്ന് മനസ്സിലാകുകയുള്ളൂ. ഇതൊരു ട്രയൽ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഈ അടുത്ത റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് നോക്കുക, ആ ഒരു കോളേജിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നോക്കുക, ആ കോളേജിൻ്റെ ലാസ്റ്റ് എത്ര റാങ്ക് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അതിനടുത്ത് വരുന്നതാണ് നിങ്ങളുടെ ഇൻഡെക്സും റാങ്കും എങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജുകൾ നിങ്ങൾ ഓപ്ഷനായിട്ട് വെക്കുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് തീരെ കുറവാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് കൂടാതെ സെൽഫ് ഫിനാൻസും കോളേജ് കൂടെ വെക്കാൻ ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കോളേജുകൾ, അങ്ങനെയും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പറയാനുള്ളത് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികളോടാണ്. പല കുട്ടികളും എനിക്ക് കമൻറ്റായിട്ട് കൂടുതൽ അതാണ് അയച്ചിരിക്കുന്നത്, ഈ പ്രാവശ്യം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല, ഇൻഡെക്സ് മാർക്ക് കുറവാന്നൊക്കെയുള്ള അയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ആണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ശേഷം സെക്കൻഡ് ഉണ്ട്, അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പല കുട്ടികളും എഞ്ചിനീയറിംഗിനും മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ മാറുമ്പോൾ വീണ്ടും വേക്കൻസി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചിൽ തന്നെ ലഭിക്കും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. ഞാൻ പോളിടെക്നിക്കിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ ഓൺലൈൻ അല്ലായിരുന്നു, ഓഫ്ലൈൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നമുക്ക് ഇൻഡെക്സ് മാർക്ക് എത്ര കിട്ടുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പിച്ചു, എനിക്ക് ഇൻഡെക്സ് മാർക്ക് കുറവായതുകൊണ്ട് എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിലൊന്നും കിട്ടിയില്ല. രണ്ടാമത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയി, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല. ശരി, അപ്പോൾ ഇനി പോളിടെക്നിക് കിട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയപ്പോൾ എനിക്ക് കിട്ടിയത് പോളിമർ ടെക്നോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. പക്ഷേ എനിക്ക് താല്പര്യം ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് തന്നെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഡിഗ്രിക്ക് പോയി ചേർന്നു. കാരണം പോളിടെക്നിക്കിൽ ഗവൺമെൻറ്റിൽ കിട്ടില്ല എന്ന് തോന്നി. രണ്ടാമത് പ്രൈവറ്റിൽ പഠിക്കാനുള്ള സാമ്പത്തിക ആ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ ഡിഗ്രിയിൽ ഫിസിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫിസിക്സിന് പോയി ചേർന്നു. പക്ഷേ മനസ്സിലപ്പോഴും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോ കോളേജിലേക്ക് വിളിച്ച് അന്വേഷിച്ച് തുടങ്ങി അവിടെ വേക്കൻസി വല്ലതും വന്നിട്ടുണ്ടോ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും നമ്മൾ വിളിച്ച് ചോദിച്ചു തുടങ്ങി എന്തെങ്കിലും വേക്കൻസി വന്നിട്ടുണ്ടോ, സ്പോട്ട് അഡ്മിഷൻ ഉണ്ടോ. അങ്ങനെ പല കോളേജുകൾ നമ്മൾ വിളിച്ച് ചോദിക്കും. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ ഇൻഫർമേഷൻ അവിടുത്തെ നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ആ ഒരു കോളേജുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലും, നമ്മളെക്കാട്ടിലും കൂടുതൽ ഇൻഡെക്സ് ഉള്ളവരും മാർക്കുള്ളവരും വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടാറില്ല. വീണ്ടും അടുത്ത കോളേജിൽ പോകും. അങ്ങനെ ഓരോ കോളേജ് കയറി ഇറങ്ങി അവസാനം ഒരു കോളേജിൽ നമുക്ക് ഇലക്ട്രോണിക്സ് തന്നെ കിട്ടി, ഗവൺമെൻറ് കോളേജിൽ തന്നെ കിട്ടി.
ശേഷം ആ ഒരു ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫർദറായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചു. അതിനുശേഷം ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കരിയറുമായിട്ട് പോകുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അല്ല തുടർന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഓപ്ഷനുകൾ ആഡ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും നമ്മൾ തെറ്റുകൾ തിരുത്താനും കാൻഡിഡേറ്റ് ലോഗിൻ വഴി ലോഗിൻ ചെയ്യണം. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ആ ഒരു പേജ് സെലക്ട് ചെയ്യുക. അതിൽ യൂസർ നെയിം പാസ്വേഡ് എടുത്ത് ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഡിറ്റ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു, എന്ത് എഡിറ്റ് ചെയ്താലും അത് സേവ് ചെയ്ത് നിങ്ങൾ ഫൈനൽ പേജിലേക്ക് പോകണം. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ രീതികളിൽ ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് എല്ലാം കൊടുത്ത് എല്ലാം സേവ് ചെയ്ത് ഫൈനലായിട്ട് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരണം, യുവർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഇത് നിർബന്ധമായിട്ടും വരണം. കാരണം എങ്കിൽ മാത്രമേ നിങ്ങളിപ്പോൾ കൊടുത്ത ആ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഈ ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് എങ്ങനെ അറേഞ്ച് ചെയ്താലും ആഡ് ചെയ്താലും റിമൂവ് ചെയ്താലും എന്ത് ശ്രദ്ധിക്കണം, ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. എല്ലാം സേവ് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പോപ്പപ്പ് വന്നിരിക്കണം. ഓക്കെ, ഇത്രയും വന്നാൽ മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്ത കറക്ഷൻസ് ഒന്നും പരിഗണിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. തുടർന്ന് വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.